ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തളിപ്പറമ്പിലേക്ക് പോവാണ്. ഐ ആം സോ എക്സൈറ്റഡ്. കാരണം ഇപ്രാവശ്യം നമ്മൾ പോകുന്ന വെറുതെ അല്ല, കോയിപ്പുറയിലേക്കൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇന്നാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ശിവൻ്റെ പ്രതിമയുടെ ഉദ്ഘാടനം. ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് സെക്യൂരിറ്റി ആൻഡ് പോലീസൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഗവർണർ വരുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല. പിന്നെ പാർത്ഥസാരഥി എന്ന് പറയുന്ന ബസ്സിലാണ് നമ്മളത്. എന്താ മോനെ, എന്താ ഒരു ബസ്, നല്ല ഡീജ വൈബ് ബസ്സായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. യാത്ര വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറം നമുക്ക് ഋതുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ കണ്ടക്ടർ മാമൻ സഹായിച്ചതിനാൽ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അവിടത്തേക്ക് എത്തി ഗൈസ്. പിന്നെ നമ്മൾ ഋതുവിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. കാരണം കളിക്കാനൊന്നും പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പാർക്കിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. പിന്നെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, നെയിം വിഹാൻ. ഈ മരത്തിൻ്റെ മുകളിലിരിക്കുന്നതാണ് കേട്ടോ ആള്. ഋതുവിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ മൈ ന്യൂ ഫ്രണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു വഴുതം വണ്ടിയിൽ കയറുന്ന ടൈമിൽ കയറണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം കുത്തനുള്ളതായതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് വഴുതാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഇരുന്നിട്ട് എന്തായാലും കയറി ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അതിനകത്ത് തന്നെയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അത് കൂടാണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട് ആ പാർക്കിനകത്ത്. പക്ഷേ എനിക്ക് ആ വഴുതം വണ്ടിയാണ് കുറേ അധികം ഇഷ്ടപ്പെട്ടത്. പിന്നെ ഋതുവിൻ്റെ പ്ലേസ് സ്റ്റേഷൻ നല്ലൊരു ഗ്രാമീണമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇങ്ങനെ ഫുള്ള് പച്ചപ്പായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. നമ്മൾ വാൽമാക്രീനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടടാ പെട്ടെന്ന് മഴ. കീർത്തും വിഹാനും ഒറ്റോട്ടം. പിന്നെ ഞാൻ ഋതുവും കൂടിയിട്ട് ഒരേപോലത്തെ നല്ല പുള്ളി കുടയെല്ലാം പിടിച്ചിട്ട് കുറച്ച് പട്ടിശോലം കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. പിന്നെ ആ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ ഒരു പഴയ സ്കേറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കും അറിയില്ല. ഋതുവൊക്കെ കൺട്രോൾ ഇല്ലാണ്ട് ഒറ്റപ്പോക്കായിരുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ വിഹാൻ്റെ കയ്യിൽ ചെസ് ബോർഡ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചെസ്സിൻ്റെ ABCD പോലും അറിയില്ല. പക്ഷെ അവനെനിക്ക് ചെസ്സ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് കുറേ നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിഹാൻ പഠിപ്പിച്ചപ്പോഴേക്കും എവിടേക്കോ പൊട്ടിയതുപോലെ. അങ്ങനെ ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശമൊക്കെ ഞാൻ ചെസ്സ് പഠിച്ചു. ഏകദേശമൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.